സണ്ണി സണ്ണി, അത് കൊള്ളാം. ഇന്നലെ രാത്രി ഇവിടെയാണോ കിടന്നുറങ്ങിയത്? അതെ, ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ നേരം വളരെ ഇരുട്ടി. കലാപരിപാടിയോ? എന്ത് കലാപരിപാടി? ഇവിടെ ആരാ ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്നത്? ഇവിടെ ആരും പഠിക്കുന്നില്ലല്ലോ. ഇല്ലേ? പിന്നെ ഇന്നലെ മോളത്തെ മുറിയില് ആരോ ചെലങ്ക കിട്ടി നൃത്തം ചെയ്യുന്ന കേട്ടു. ചെലങ്ക കേട്ടോ? ആ സണ്ണി, അത് ശരിക്കും കേട്ടോ? കേട്ടു, പക്ഷെ ആർട്ടിസ്റ്റിനെ കണ്ടില്ല. മുകളിലെ തെക്കേ അറ്റത്തെ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. രാത്രി അതിന്റെ അകത്ത് ആരാ കിടക്കാറ്? ഇല്ല, അതിപ്പോ പൂട്ടാറില്ലല്ലോ. തെക്കിനി മുറിയാ, അതിലാരും കിടക്കാറുമില്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. ചായ പിന്നെ കുടിക്കാം. ആ കണ്ണാടിക്കടുത്ത് വാ. யாரது யாரது? யாரது? நான் சங்கரன் தம்பி. துரோகி! கதவை தர, தர கதவை, கதவை தர! நீ யாரு? நானா? சண்டாளா, என்னையா யாருன்னு கேக்குற? நான் தாண்டா நாகவல்லி. எதுக்காக வந்த? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. கதவை தர! உன்னால என்ன கொல்ல முடியாது நாகவல்லி. கொல்லுவேன், கண்டிப்பா கொல்லுவேன். வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன். அப்பத்தான் என் ஆத்திரம் அடங்கும். அப்ப துர்காஷ்டமி அன்னைக்கு வா. இப்ப போ நாகவல்லி, போ. போறேன், இப்ப போறேன். நிச்சயமா திரும்பி வருவேன். உன்னை கொல்வேன், உன் ரத்தத்தை குடிப்பேன். നകുലകുട്ടിയെ, ഇനി ഭയപ്പെടാനൊന്നുമില്ല. എന്റെ മുജ്ജന്മ സുഹൃതം കൊണ്ട് കാര്യങ്ങളൊക്കെ നേരെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാക്ഷാൽ പുല്ലാറ്റുപുറം ബ്രഹ്മത്തൻ നമ്പൂരിപ്പാട് ഒരു കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട. പ്രശ്നവിധിയൊന്നും നോക്കിയിട്ടില്ല. ഇനി അഥവാ ഇവിടെ വല്ല ഉച്ചാരണമോ ആവാഹനമോ ഉച്ചാരണമോ ആവാഹനമോ വേണ്ടി വന്നാൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്നോളാം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ പിന്നെ കുടുംബക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവം ഈ വർഷം പോലും നടത്തണത്രേ. താങ്കൾ തടസ്സമൊന്നും പറഞ്ഞേക്കരുത്. കുടുംബത്തിന്റെ മൊത്തം കാര്യ. ഉത്സവം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ അമ്മാവൻ ഈ മന്ത്രവാദികളെയൊക്കെ... താൻ എന്ത് പാടോ ഈ പറയുന്നത്? താനിക്കൊരു ചുക്കും അറിയത്തില്ല. എടോ, ശ്രീദേവിയെ ചികിത്സിക്കാനെന്നും പറഞ്ഞ് താൻ ഇവിടെ ഒരുത്തരെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വലിയ അപകടമാ. മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തിക്കളയും. ആ, ഇവിടെ വന്ന അങ്ങേരാണെങ്കിൽ പെണ്ണുങ്ങൾ ഇടയ്ക്കൊന്നും മാറുകയില്ല. എന്ത് അങ്ങേര്? ഉണ്ട്, ദേ പോണു. എവിടെ? ദേ പോണു, ദേ അവിടെ. ചേടാ, ഇയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്താ വഴി? ഡോക്ടറാണ് പോലും. എന്ത് ഡോക്ടർ? ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവനും ഭ്രാന്ത് പിടിപ്പിക്കും. ഞാൻ അളിയോ, തമ്പിളിയാ, കേട്ടില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? തിരുമേനി വരണവരെ ശ്രീദേവിയെ സൂക്ഷിക്കണം അത്രേ. സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ പിടിച്ച് പൂട്ടിയിടണം. ശ്രീദേവിയെ പൂട്ടിയിടണം. തനിക്ക് എന്താ ഇത്ര നിർബന്ധം? എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. പൂട്ടിയിടണമെന്നാ എന്റെ അഭിപ്രായം. തന്നെയാ ശരിക്കും പൂട്ടിയിടേണ്ടത്. തൊടലും പൊട്ടിച്ചിറങ്ങിയിരിക്കുക. അമേരിക്കയിൽ നിന്ന് അത്രേ.
കത്തി പിച്ചാത്തി വെട്ടുകത്തി ഈ ഇനത്തിൽപ്പെട്ട വല്ലതിനും ഇവിടെ ഇരിപ്പുണ്ടോ? അയ്യോ, ഇതൊക്കെ എവിടെയാ പെറുക്കിക്കൊണ്ട് പോകുന്നേ? ഞങ്ങളെ ഒരു കൊള്ളസെറ്റ് ഉണ്ടാക്കാൻ പോവാ. ഇതൊക്കെ ഇവിടെ പെരുമാറാനുള്ളതാ. ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. ഈ വക സാധനങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ട് ചന്തു, ദേ ഒരു പപ്പടം കുത്തി. ദാ. പോരട്ടെ. ഇത് ഇത് ഇതാ ആരാ ഇവിടെ കൊണ്ടിട്ട്? ഇത് നകുല, 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 അത് കുടിക്കണേ. അതില് വിഷമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പൂട്ടിയിടണം. ശ്രീദേവിയെ പൂട്ടിയിടണം. ശ്രീദേവിയെ പൂട്ടിയിടണം. ആ ഡോക്ടറോട് പറ, ചെന്ന് പറ അയാളോട് ആ കലക്കിയ വിഷത്തില് കുറച്ച് എനിക്കൂടെ തരാൻ. ചാകട്ടെ, ഞാൻ ചാകട്ടെ. എന്തായാലും വിചാരിച്ചിരിക്കുന്നു. അത് ചെയ്തത് ഞാനാണോ? പറ പറ, ഞാനാണോ അത് ചെയ്തത്? പറ, ഞാനാണോ അത് ചെയ്തത്? ആഫ്രിക്കയിൽ നിന്നും ഒരു പാമ്പിന്റെ ഡോക്ടർ വന്നു. അമേരിക്കയിൽ നിന്നൊരു ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു എന്ന് നമ്മുടെ ശാന്തം പറഞ്ഞു. എന്നാലൊന്ന് കണ്ടേക്കാന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. കണ്ടോളൂ, ഞാനാണ് ഭാഗ്യവാൻ. നമ്മ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എളുപ്പം ചികിത്സിക്കണല്ലോ. ചികിത്സിക്കാം. ഇത്തിരി കഴിഞ്ഞോട്ടെ. ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്ക. അത് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം. പിന്നെ പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിച്ചു പോണം. വെള്ളം തൊട്ടാൽ അപകടം. വെള്ളം വെള്ളം കിടക്കുന്നു. വെള്ളം 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 വെള്ളം
വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവമാ. ഉത്സവം നടത്തണമെന്ന് പുല്ലാറ്റുപുറം തിരുവന് പറഞ്ഞാ പിന്നെ മറുവാക്കില്ല. 3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. എല്ലാവരും ചേർന്ന് അതങ്ങ് ഭംഗിയാക്കുക. അത്രേ ഉള്ളൂ.